നമസ്കാരം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് 2025 ഫസ്റ്റ് വീഡിയോ ആണ്. നമ്മൾ കഴിഞ്ഞ വർഷം കീമിൻ്റെ അപ്ഡേറ്റ്സിനെ കുറിച്ചിട്ടല്ല പ്രധാനമായിട്ട് നമ്മൾ ചെയ്യാറ്. നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള അനാലിസിസ് അല്ലെങ്കിൽ കുട്ടികളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ലാസ്റ്റ് റാങ്ക് അനാലിസിസ് അതുപോലത്തെ ഡാറ്റ ബേസ്ഡ് സംഭവങ്ങളാണ് നമ്മൾ ചെറിയ ചെറിയ വീഡിയോ ക്ലിപ്പിങ്സ് ആയിട്ട് കുട്ടികൾക്ക് നൽകാറ്. അപ്പോൾ ഈ വർഷം നമ്മുടെ കീം എക്സാം ഏപ്രിൽ 29 അവസാനിച്ചിരിക്കുകയാണ്. പല ദിവസങ്ങളിലായിട്ട് പല സെഷൻസായിട്ട് നടന്ന എക്സാംസ് അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് കുട്ടികൾ പിന്നെ ഇതിൻ്റെ റാങ്ക് എത്രയായിരിക്കും, എങ്ങനെയാണ് അതിൻ്റെ കുറേ ആശങ്കകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം പറയാറുള്ളത് പോലെ നമുക്ക് ചെയ്യാനുള്ളത് ചെയ്തു കഴിഞ്ഞു. ഇനി ഒരുപാട് ആശങ്കകൾ വേണ്ട. വിത്തിൻ ഫ്യൂ വീക്സ് നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസൊക്കെ അറിയാൻ പറ്റും. ആദ്യം കീം സ്കോറായിരിക്കും പബ്ലിഷ് ചെയ്യുക. ഓൾറെഡി ആൻസർ കീ എല്ലാം പബ്ലിഷ് ചെയ്തു. നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്കെല്ലാം ഓൾമോസ്റ്റ് എല്ലാവരും കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇനി അവർ കീം സ്കോർ പബ്ലിഷ് ചെയ്യും വിത്ത് പെർസെൻറ്റൈൽ. പിന്നെ അതിനുശേഷം നിങ്ങളുടെ ബോർഡ് എക്സാമിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം അത് അപ്ലോഡ് ചെയ്യാൻ പറയും. പിന്നെ ഒരു സ്റ്റാൻഡർഡൈസേഷൻ അപ്ലൈ ചെയ്ത് ഫൈനലി നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് ലഭിക്കുന്നതായിരിക്കും. ആ റാങ്കിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ കോളേജുകളിലേക്കുള്ള അഡ്മിഷൻസ്. അപ്പോൾ അതിലേക്ക് ഞാൻ വരുന്നതിന് മുൻപ് എൻ്റെ ഈ വീഡിയോ ഒരുപാട് വെയിറ്റേജുള്ള വീഡിയോ അല്ല. കാരണം നമുക്കിപ്പോൾ ഒരു റാങ്ക് പ്രെഡിക്റ്റ് ചെയ്തിട്ട് എന്താണ് അതുകൊണ്ട് മെച്ചമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ മെച്ചമൊന്നുമില്ല. ആകെ ചെറിയൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഏകദേശം ഒരു ധാരണ, എനിക്ക് ഒരു പക്ഷേ ഈ റാങ്ക് കിട്ടിയേക്കാം ബേസ്ഡ് ഓൺ മൈ പെർഫോമൻസ് ഇൻ ദ എൻട്രൻസ് എക്സാം. അതുകൊണ്ട് എനിക്ക് ഈ കോളേജുകളിൽ ഈ കോഴ്സുകളിലൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് ഈ വരുന്ന ആഴ്ചകളിൽ വെറുതെ മനസ്സിൽ വെക്കാമെന്ന് മാത്രമേ ഉള്ളൂ. വേറെ അല്ലാതെ ഒന്നും തന്നെ ഇതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഒരു പക്ഷേ മറ്റുള്ള പരീക്ഷകൾ VIT, അമൃത, അങ്ങനെ ഒരുപാട് മറ്റുള്ള എക്സാംസൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഒരു റിലേറ്റീവ് ഓക്കെ ഇതിനകത്ത് എനിക്ക് കുറേ കൂടെ പോസിബിലിറ്റി ഉണ്ട് എന്നൊരു ഇതിലേക്ക് വരാമെന്ന് മാത്രമാണ് ഈ വീഡിയോ കൊണ്ടുള്ള ഉപകാരം. വേറെ പ്രത്യേകിച്ച് ഒരു ഹൈ വാല്യൂ ഉള്ള വീഡിയോ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. ഇതിൽ റാങ്ക് പ്രഡിക്ഷൻ മാത്രമാണ് ഞാനിവിടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ ആൾക്കാരോട് പറയും ഇൻ ജനറലി റാങ്കൊക്കെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? ഒരു പരിധി വരെ യെസ് എന്നാണ് അതിൻ്റെ ഉത്തരം, വിത്ത് ലോട്ട് ഓഫ് അപ്രോക്സിമേഷൻ, റൈറ്റ്? അപ്പോൾ ആക്ച്വലി അത് വേരി ചെയ്യാം, ആക്ച്വൽ റിസൾട്ട് വരും. പക്ഷേ പ്രഡിക്റ്റ് ചെയ്യാൻ പോസിബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അപ്രോക്സിമേറ്റ് ലെവലിൽ നമുക്ക് കുറച്ച് ഐഡിയാസൊക്കെ വെച്ച് പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് നമുക്ക് കഴിഞ്ഞ വർഷത്തെ ബേസാണ് നമ്മൾ സാധാരണ വെക്കാറ്. കഴിഞ്ഞ വർഷത്തെ ഒരു ഡിഫിക്കൽട്ടി ലെവൽ നമുക്കറിയാം, ഈ വർഷത്തെ ഡിഫിക്കൽട്ടി ലെവൽ ബേസ്ഡ് ഓൺ ദ സ്റ്റുഡൻറ്റ് ഫീഡ്ബാക്ക് നമുക്കറിയാം. അതുപോലെ തന്നെ പെർസെൻറ്റൈൽ പൊസിഷൻ കഴിഞ്ഞ വർഷം CE സൈറ്റിൽ നിങ്ങൾ 2024 ഫോളോ ചെയ്തവർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒരു പെർസെൻറ്റൈൽ സ്കോറും എത്രയാണ് ആ കീം എക്സാമിൻ്റെ, അതായത് എൻട്രൻസ് എക്സാമിൻ്റെ മാർക്ക് ആ പർട്ടിക്കുലർ പെർസെൻറ്റൈൽ പൊസിഷന് തന്നിട്ടുള്ളത് എന്ന് അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഈ വർഷത്തേക്ക് ഒരു ചെറിയ ഒരു ഗൈഡൻസ് പോലെ നമുക്കത് വെക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ്, ഇപ്പോൾ കൂടുതൽ പേര് അപ്പിയർ ചെയ്യുമ്പോൾ ഒരു പക്ഷേ കോമ്പറ്റീഷൻ കൂടാൻ സാധ്യതയുണ്ട്. ഓക്കെ, പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ കീം റാങ്ക് ഓഫ് കോഴ്സ് 50% വെയിറ്റേജ് നിങ്ങളുടെ എൻട്രൻസ് എക്സാമിനും 50% വെയിറ്റേജ് നിങ്ങളുടെ ബോർഡ് എക്സാമിനും. അപ്പോൾ ബോർഡ് എക്സാമിൽ തന്നെ കഴിഞ്ഞ വർഷത്തെ ഒരു ഈസി ഡിഫിക്കൽട്ട് ലെവലാണോ ഈ വർഷത്തെ, അങ്ങനത്തെ ഒരു ഗൈഡൻസും വെച്ചിട്ട് ഏറെക്കുറേയൊക്കെ നമുക്ക് കുറച്ച് കാൽക്കുലേഷൻസൊക്കെ നടത്താനായിട്ട് പോസിബിളാണ്. ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് പതുക്കെ ആ സ്റ്റെപ്പുകളിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഏകദേശം 10% കുട്ടികൾ ഈ വർഷം കൂടുതലായിട്ട് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കീം എഞ്ചിനീയറിംഗ് എൻട്രൻസ് എഴുതിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ കണക്ക് 79,044 കുട്ടികൾ എഴുതി എന്നായിരുന്നു. ഇത്തവണ അത് 86,401 കുട്ടികളാണ് എഴുതിയിരിക്കുന്നത്. ഓഫ് കോഴ്സ് ഈ എഴുതിയവരെല്ലാവരും ക്വാളിഫൈ ചെയ്യില്ല. ക്വാളിഫൈ ചെയ്തവരെല്ലാവരും ഫൈനൽ റാങ്ക് ലിസ്റ്റിൽ വരണമെന്നുമില്ല. ഉദാഹരണത്തിന് 2023 80,000 ചില്ലാൻ കുട്ടികൾ എഴുതിയിട്ട് ക്വാളിഫൈ ചെയ്ത് 66% കുട്ടികളുള്ള 54,000 കുട്ടികളാണ് ക്വാളിഫൈ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ചില കാരണങ്ങൾ, അവരുടെ സർട്ടിഫിക്കറ്റിൻ്റെ ഇഷ്യൂസും മറ്റ് ചില ഡോക്യുമെൻറ്റേഷൻ്റെ പ്രശ്നങ്ങളും മിസ്ലേനിയസ് റീസൺസ് കാരണം ഫൈനലി റാങ്ക് ലിസ്റ്റിൽ അപ്പിയർ ആയത് 49,000 ചില്ലാനും കുട്ടികളാണ്. ഇപ്പോൾ 2024 വന്നപ്പോൾ നമുക്കറിയാം 79,044 കുട്ടികൾ എഴുതിയപ്പോൾ ഫൈനലി ക്വാളിഫൈ ആയത് 58,000 ആണ്. അപ്പോൾ ഇവിടെ ക്വാളിഫിക്കേഷൻ പെർസെൻറ്റേജ്
24 23 അപേക്ഷിച്ച് കുറച്ച് കൂടിയിട്ടുണ്ട്. പ്രോബബ്ലി ആ എക്സാം കുറേ കൂടെ ഈസി ആയതുകൊണ്ടായിരിക്കാം. 2023 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വൺ ഓഫ് ദ ഡിഫിക്കൽട്ട് എക്സാംസ് ആയിരുന്നു കീമിൻ്റെ ഹിസ്റ്ററിയിൽ തന്നെ. എസ്പെഷ്യലി മാത്തമാറ്റിക്സ് ഒക്കെ വൺ ഓഫ് ദ ഡിഫിക്കൽട്ടായിരുന്നു 23. 24 വീണ്ടും പഴയ പോലെ ഈസി ടു മോഡറേറ്റ് ലെവലിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ 2025 കണ്ടില്ലേ, ഇപ്പോൾ 86,000 കുട്ടികൾ എഴുതുമ്പോൾ നമ്മൾ ഒരു പക്ഷേ ഈ പെർസെൻറ്റേജൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഏകദേശം ഒരു 66,000 ചില്ലാൻ കുട്ടികൾ ക്വാളിഫൈ ചെയ്യുന്നതാണ് ഒരു അസംഷൻ നമ്മൾ വെക്കുന്നത്. ഓക്കെ, അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ പെർസെൻറ്റൈൽ സ്കോറുകളുടെ കളികളൊക്കെ വരുന്നത്. ഇപ്പോൾ നിങ്ങൾ രണ്ടാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞത് എങ്ങനെയാണ് നമ്മളൊരു എക്സാമിൻ്റെ ഡിഫിക്കൽട്ടി ലെവൽ. ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഇതെല്ലാം 2021 മുതൽ 22, 23, 24 ഇതെല്ലാം CEEയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഏറ്റവും ടോപ്പിൽ വന്ന എൻട്രൻസ് മാർക്കുകളും അതിനോട് അനുബന്ധപ്പെട്ടിട്ടുള്ള കീം ഫൈനൽ റാങ്കുമാണ് ഞാനിവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇതെല്ലാം ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് വന്നാണ് നമ്മളിത് ഒരു കുട്ടികളോട് ചോദിച്ചിട്ട് വെച്ചിട്ടുള്ളൊരു ഗ്രാഫോ പ്ലോട്ട് ചെയ്തിട്ടുള്ളത്. ഇത് ജസ്റ്റ് ഒരു ഗൈഡൻസ് മാത്രമാണ്. ഉദാഹരണത്തിന് 2021 575 മാർക്കായിരുന്നു. ഈ മാർക്കെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഫൈനൽ മാർക്കാണ് കേട്ടോ. അതായത് നമ്മുടെ കീം എക്സാമിൻ്റെ സ്കോറ് പ്ലസ് ബോർഡ് എക്സാമിൻ്റെ വെയിറ്റേജ് എല്ലാം ചേർത്തിട്ട് 600ൽ 575 ആയിരുന്നു ഫസ്റ്റ് റാങ്ക് ഇട്ട് കുട്ടിക്ക്. അത് 2022 വന്നപ്പോൾ എക്സാം ഈസിയായി എന്നതിൻ്റെ ഫലമായിട്ട് 596 മാർക്കാണ് ഫസ്റ്റ് റാങ്കുള്ള കുട്ടിക്ക് വന്നത്. അത് 2023 എത്തിയപ്പോൾ വീണ്ടും താഴത്തേക്ക് പോയിരിക്കുകയാണ്, 583 വീണ്ടും അത് 2024 വന്നപ്പോൾ വീണ്ടും അപ്പോൾ ഞാനിതൊരു ജസ്റ്റ് ഒരു എന്താ പറയുക, വർഷങ്ങൾക്ക് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഏത് വർഷമാണ്, അല്ലെങ്കിൽ നമുക്ക് ബേസ് മെയിനായിട്ടും 2024 ഞാൻ വെക്കുന്നത്. അപ്പോൾ അത് ഒരു ഈസി ടു മോഡറേറ്റ് ടൈപ്പ് ഒരു എക്സാം ആയിരുന്നു. ഇപ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക് കുട്ടികളിൽ നിന്ന് 2025 തീർച്ചയായിട്ടും വളരെ എളുപ്പമുള്ള എക്സാം ആയിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഞാനെല്ലാം ഒരു ഗൈഡൻസ് എന്തിനാണ് വെക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ക്യാൻ എക്സ്പെക്ട് ഹയർ കട്ട് ഓഫ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. കഴിഞ്ഞ തവണത്തെ സെയിം മാർക്ക് കിട്ടിയ കുട്ടിക്ക് ഈ വർഷം അതേ മാർക്ക് കിട്ടുമ്പോൾ എൻട്രൻസിൻ്റെ റാങ്ക് കുറച്ച് താഴത്തേക്ക് പോകും. അതായത് എക്സാം അത്ര എളുപ്പമായി നടത്തണം, അത്രയും മാർക്ക് കിട്ടിയാൽ പോരെ സെയിം റാങ്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന അർത്ഥം. ഇതൊരു ഗൈഡൻസ് ഫാക്ടറായിട്ട് വീണ്ടും നമ്മൾ എടുക്കുകയാണ്. ഇനി മൂന്നാമത്തെ ഫാക്ടർ ഞാൻ പറഞ്ഞിരുന്നു, നമ്മുടെ CBSEയും സ്റ്റേറ്റ് ബോർഡ് എക്സാംസിൻ്റെയും ഡിഫിക്കൽട്ടി ലെവൽ. ഈ വർഷം തീർച്ചയായിട്ടും കുട്ടികളുടെ ഫീഡ്ബാക്ക് CBSEയിലായാലും സ്റ്റേറ്റിലായാലും വളരെ ഈസി സ്കോറിങ് അല്ലെങ്കിൽ എല്ലാവർക്കും ഫുള്ള് കിട്ടുന്ന ടൈപ്പ് ഒരു എക്സാം ആയിരുന്നില്ല എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്ന കുട്ടികളിൽ നിന്ന്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഈ സ്റ്റാൻഡർഡൈസേഷൻ സംഭവം ഞാനതിൻ്റെ വീഡിയോ കഴിഞ്ഞ വർഷം വളരെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പറ്റുമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങളത് നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ CBSE വേഴ്സസ് സ്റ്റേറ്റിൻ്റെ സ്റ്റാൻഡർഡൈസേഷൻ, റാദർ യു ക്യാൻ സേ CBSE/അതർ ബോർഡ്സ് വേഴ്സസ് സ്റ്റേറ്റ്, അപ്പോൾ ഇതെല്ലാം കൃത്യമായിട്ട് ഫോർമുലകൾ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ആ ഫോർമുലയുടെ എഫക്റ്റീവ്നെസ് എത്രമാത്രം ഉണ്ട് എന്നുള്ളത് ഓരോ യൂസ് കേസ് അനുസരിച്ച് ചില കുട്ടികൾ ഹാപ്പി അല്ല, പക്ഷേ അൾട്ടിമേറ്റ്ലി ആ ഫോർമുലയാണ് ട്രൂത്ത്. അത് വെച്ചിട്ട് കഴിഞ്ഞ വർഷം നിങ്ങൾക്കറിയാം CBSE കുട്ടികൾക്ക് ഒട്ടുമിക്ക എല്ലാ കുട്ടികൾക്കും ഒരു 7 to 8 മാർക്സ് അവരുടെ ആക്ച്വൽ മാർക്സിന് ടോപ്പ് അപ്പ് ചെയ്തിട്ടാണ് ഫൈനൽ കീം റാങ്ക് ഡിസൈഡ് ചെയ്യാനായിട്ട് സ്റ്റാൻഡർഡൈസേഷൻ വന്നപ്പോൾ സംഭവിച്ചത്. നേരെ വിപരീതമായി നമ്മുടെ സ്റ്റേറ്റ് കുട്ടികൾക്കൊരു 25 ചില്ലാൻ മാർക്കുകൾ കുറഞ്ഞു വന്നിരുന്നു. അതായത് അവരുടെ ടോട്ടൽ മാർക്കിൽ നിന്ന് സ്റ്റാൻഡർഡൈസ് ചെയ്ത് വരുന്നത്. അപ്പോൾ അത് കുറേ വിവാദങ്ങൾ കാര്യങ്ങൾ അത് ഞാൻ ആ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് അതിലേക്ക് നമ്മൾ കൂടുതൽ പോകണമെന്നില്ല. നമ്മുടെ ഇന്നത്തെ വീഡിയോൻ്റെ ഉദ്ദേശം വേറെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് കഴിഞ്ഞ വർഷത്തെ ആ ഒരു ഡീവിയേഷൻ അല്ലെങ്കിൽ ആ ഒരു വേരിയൻസ് ഇത്തവണ അത്രയും അധികം വരാൻ സാധ്യതയില്ല. സ്റ്റിൽ ഞാനിപ്പോഴും പ്രതീക്ഷിക്കുന്നു CBSE കുട്ടികൾക്ക് അവരുടെ ആവറേജ് സ്കോറിങ് പ്രോബബ്ലി ഓൾവേസ് സ്റ്റേറ്റിൻ്റെ ഈസി സ്കോറിനേക്കാളും ഓൾവേസ് താഴെ വരുന്നത് കൊണ്ട് തന്നെ അവർക്കൊരു പക്ഷേ 8 ഇല്ലെങ്കിലും ഒരു 4-5 മാർക്ക് ഇത്തവണ കൂടുതൽ കിട്ടാം. അതുപോലെ തന്നെ സ്റ്റേറ്റുകാർക്ക് 25-20 കുറഞ്ഞില്ലെങ്കിലും അത്യാവശ്യം 10-15 മാർക്ക് വരെ അവർക്ക് ചിലപ്പോൾ കുറയാനായിട്ടുള്ള സാധ്യത നമ്മളിപ്പോൾ കാണുന്നുണ്ട്. നമുക്ക് ഡാറ്റ വന്നാലേ പറയാൻ പറ്റും, പക്ഷേ ഇതൊക്കെ ഒരു ഗസ് വർക്കാണ്. ഓക്കെ, അപ്പോൾ അത് വേറൊരു ഡാറ്റ പോയിൻറ്റ്. പിന്നെ നാലാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ഇതാണ് ഞാൻ പറഞ്ഞ ടേബിൾ. കഴിഞ്ഞ വർഷം CEE പബ്ലിഷ് ചെയ്ത പെർസെൻറ്റൈൽ പൊസിഷൻ കീം സ്കോർ, അതായത് എക്സാമിന് കിട്ടിയ സ്കോർ 100% ടോപ്പ് മാർക്ക് വന്നിരിക്കുന്നത് 291.6 ആണ്. ഏകദേശം ഐ തിങ്ക് ഒരു 6 പേർക്ക് 5 പേർക്ക് കേരളത്തിൽ കിട്ടിയെന്ന് തോന്നുന്നു 100%. പിന്നെ 99th പെർസെൻറ്റൈൽ വന്ന കുട്ടിക്ക് കിട്ടിയിരിക്കുന്നത് 220 മാർക്കാണ്.
ഇതിൻ്റെ അർത്ഥം ഈ 99th പെർസെൻറ്റൈൽ, ഇപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി ഒന്നുകൂടെ ഞാൻ പറയും, നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇതറിയാം ഒരു പക്ഷേ. 99th പെർസെൻറ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നേക്കാൾ മുമ്പിൽ 1% കുട്ടികൾ സ്കോർ ചെയ്തിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഉദാഹരണത്തിന് ഒരു 1000 പേര് പരീക്ഷ എഴുതുകയാണെങ്കിൽ എൻ്റെ 99th പെർസെൻറ്റൈൽ പൊസിഷൻ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000ൻ്റെ 1% എത്രയാണ്? 10. 1000ൻ്റെ 10% 100, 1% 10 കുട്ടികൾ എനിക്ക് മുന്നിലാണ്. അതായത് എൻ്റെ റാങ്ക് ഒരു 10 11 ആയിരിക്കും എന്നർത്ഥം. ഏകദേശം ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പോൾ ഈ പെർസെൻറ്റൈൽ പൊസിഷൻ വെച്ചിട്ട് ഇത് നമുക്ക് ഡിറൈവ് ചെയ്യാവുന്നുള്ളൂ. അതായത് 99th പെർസെൻറ്റൈലും 100th പെർസെൻറ്റൈലും തമ്മിലൊരു പൊസിഷൻ തമ്മിലുള്ള മാർക്ക് ഡിഫറൻസ് 71.6. അതുപോലെ 98th പൊസിഷനും 99 തമ്മിൽ ഇപ്പോൾ ഏകദേശം എവിടെയാണ് ഡെൻസിറ്റി വരുന്നത് എന്നൊക്കെ ഒരു സൂചന നൽകുന്നതാണ്. പിന്നെ താഴത്തേക്ക് വരുമ്പോൾ ഇത് 95 കഴിഞ്ഞാൽ 94 അല്ല, 90, 85, 80, 75 എന്നാണ് പോകുന്നത്. അപ്പോൾ ഇത് വീണ്ടും ഒരു ഗൈഡൻസ് ഫാക്ടറാണ്. സാധാരണ നമ്മളിപ്പോൾ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സ്റ്റുഡൻസ് എടുത്തു കഴിഞ്ഞാൽ, പോപ്പുലേഷൻ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു ഏറ്റക്കുറച്ചിലുകൾ എന്ന് നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫാക്ടറും കൂടെ കൺസിഡർ ചെയ്യുന്നത്. മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ റാങ്ക് പ്രഡിക്ഷനിലേക്ക് പെട്ടെന്ന് വരാം. വേറെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഒന്നും തന്നെ ഇല്ല. അത് ഞാൻ ചെയ്തൊരു ടിപ്പിക്കൽ എക്സസൈസാണ്. വീണ്ടും ഞാൻ പറയുന്നു, ഇതിനകത്ത് വേരിയൻസ് വരാം, ആക്ച്വൽസ് ഒരുപാട് വേരി ചെയ്യാം. പക്ഷെ സ്റ്റിൽ ഈ പറഞ്ഞ പോലെ കുട്ടികൾക്ക് ആശങ്കകൾ കൂടുമ്പോൾ നമുക്ക് നമ്മളാൽ കഴിയാവുന്ന രീതിയിലൊരു ഗൈഡൻസ് അല്ലെങ്കിൽ ഒരു പ്രഡിക്ഷൻ കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഇതിനെ സ്റ്റിക്ക് ഓൺ ചെയ്ത് ആരും തീരുമാനങ്ങൾ എടുക്കാനോ അല്ലെങ്കിൽ തുള്ളിച്ചാടാനോ അല്ലെങ്കിൽ വിഷമിക്കാനോ പോകേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒരു ഗസ് വർക്ക് മാത്രമാണ്, ബേസ്ഡ് ഓൺ ഓഫ് കോഴ്സ് സം ട്രെൻഡ്സ് ആൻഡ് ഡാറ്റ. വെറുതെ നമ്മൾ ഗസ് ചെയ്യേണ്ടതല്ല. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് എൻട്രൻസ് എക്സാമിൽ കിട്ടിയ സ്കോറ് നിങ്ങളിപ്പോൾ ആൻസർ കീ വെച്ച് നിങ്ങൾക്കൊരു മാർക്ക് കിട്ടിയിട്ടുണ്ടോ? അത് എ ആണെന്ന് വിചാരിക്കുക. ഇപ്പോൾ 5 സെഷൻസ് അല്ലെങ്കിൽ 6 സെഷൻസിൻ്റെ അക്രോസ് ആയിട്ട് നടന്നതിൽ ഒരു നോർമലൈസ്ഡ് സ്കോറാണ് ഫൈനലി പബ്ലിഷ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് കിട്ടിയ ആക്ച്വൽ സ്കോർ ഡിവൈഡഡ് ബൈ 2 അല്ല. പക്ഷേ നമുക്ക് അപ്രോക്സിമേഷന് വേണ്ടിയിട്ട് തൽക്കാലം നമ്മൾ അതിനെ ഡിവൈഡഡ് ബൈ 2. എന്തിനാണ് ഞാൻ ഡിവൈഡ് ബൈ 2 ആകുന്നത്? 600ലാണ് പരീക്ഷ, നമുക്ക് 300ലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിവൈഡ് ബൈ 2 ചെയ്യുന്നത്. അത് A1 ആണെന്ന് വിചാരിക്കുക. വീണ്ടും ഞാൻ പറയുന്നു, ഇതല്ല ആക്ച്വലി നടക്കാൻ പോകുന്നത്. നോർമലൈസ്ഡ് സ്കോറിന് വേറൊരു ഫോർമുല ഉണ്ട്. പക്ഷേ നമ്മൾ ആ കോംപ്ലിക്കേഷൻസിലേക്ക് ഒന്നും ഇപ്പോൾ തൽക്കാലം കിടക്കുന്നില്ല. ഒരു ഹൈ ലെവൽ എക്സർസൈസിൻ്റെ ഇതിന് വേണ്ടി മാത്രം നമ്മൾ അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 300ലേക്ക് ആകുന്നത് A1 ആണെന്ന് വിചാരിക്കാം. നിങ്ങൾക്കിനി CBSE സിലബസിൽ നിങ്ങൾക്ക് ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാവും. നിങ്ങൾ തന്നെയാണ് എഴുതിയത്, നിങ്ങൾക്ക് തന്നെ മാർക്കുകൾ ഏകദേശം കൂട്ടാനൊക്കെ അറിയാം. അപ്പോൾ നിങ്ങൾക്കൊരു ധാരണയുണ്ടൊക്കെ 300 എനിക്ക് ഇത്രയും മാർക്ക് കിട്ടും, അത് B ആണെന്ന് വിചാരിക്കുക. CBSE ആണെന്ന് തൽക്കാലം നിങ്ങൾ 5 മാർക്ക് അതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് അത് B1 എന്ന് വിളിക്കുക. സ്റ്റേറ്റ് സിലബസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന മാർക്കിൽ നിന്ന് ഒരു 15 മാർക്ക് കുറയ്ക്കുക. വീണ്ടും ഞാൻ പറയുന്നു, ഇത് ആക്ച്വൽസ് അല്ല, ഇതൊരു വെരി ഹൈ ലെവൽ അപ്രോക്സിമേഷൻ എക്സസൈസിന് വേണ്ടി മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. C1 എന്ന് വിളിക്കുക. 15 മാർക്ക് കുറച്ചതിന് ശേഷം ഇപ്പോൾ നിങ്ങൾക്ക് CBSE ഫൈനൽ മാർക്കുള്ള കുട്ടികൾക്ക് ആദ്യം കിട്ടിയ എൻട്രൻസിന് A1ഉം പിന്നെ അവർക്ക് കിട്ടി B1ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്കതിനെ ഫൈനൽ കീം മാർക്ക് കൺസിഡേർഡ് ഫോർ റാങ്ക് എന്ന് വിളിക്കാം, അതായത് X. അതുപോലെ തന്നെ സ്റ്റേറ്റ് സിലബസുകാർക്ക് ആദ്യം കിട്ടി A1ഉം പിന്നെ അവരുടെ ഈ ബോർഡ് എക്സാമിൽ നിന്ന് 15 കിഴിച്ചിട്ടുള്ള മാർക്ക് C1ഉം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ Y ആണ് അവരുടെ ഫൈനൽ കീം മാർക്സ് ദാറ്റ് ഈസ് ഗോയിങ് ടു ബി കൺസിഡേർഡ് ഫോർ ദ ഫൈനൽ കീം റാങ്ക് ലിസ്റ്റ്. അപ്പോൾ ഇത്രയും നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് കയ്യിൽ തൽക്കാലം വയ്ക്കാം. ഇനി ഞാൻ രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് പോകുന്നത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പറയാനാണ്. നമ്മൾ വെറുതെ എയറിൽ വെറുതെ നമ്പറുകൾ എറിയുന്നതല്ല എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമായിട്ട് പറയുന്നതാണ്. അതായത് ഇവിടെ നിങ്ങൾ നോക്കൂ, 2024 കീം എക്സാമിൻ്റെ സ്കോറാട്ടോ. ഒട്ടും കൺഫ്യൂഷൻ ആവരുത്. ഇത് കീം ഫൈനൽ മാർക്സ് അല്ല. ബോർഡ് എക്സാമിൻ്റെ യാതൊരു ഇൻഫ്ലുവൻസും ഈ ടേബിളുകളിലില്ല. ഇത് കീമിൽ നിങ്ങൾ ആ 3 മണിക്കൂർ എഴുതിയ പരീക്ഷയുടെ സ്കോർ മാത്രമാണ് ഔട്ട് ഓഫ് 300. ഓക്കെ, ഔട്ട് ഓഫ് 500 അല്ല, ഔട്ട് ഓഫ് 300. ഈ 300ൽ നോർമലൈസ് ചെയ്ത കഴിഞ്ഞ വർഷത്തെ ടേബിളാണ് ഈ കാണുന്നത്. ഈ വർഷം ഈ എക്സാം ഇതിനെ അപേക്ഷിച്ച് താരതമ്യേന എളുപ്പമായതുകൊണ്ട് നമ്മൾ കട്ട് ഓഫ് അല്ലെങ്കിൽ മാർക്കുകൾ കുറച്ചൊരു പടി കയറ്റാണ്. ഓക്കെ, ഏകദേശം 5 to 10% വരെ മാർക്കുകളുടെ കട്ട് ഓഫ് ഇവിടെ കയറ്റി വയ്ക്കുകയാണ്. ഇതൊരു അപ്രോക്സിമേഷൻ എക്സസൈസാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളിതിൽ എൻഷുർ ചെയ്തിരിക്കുന്നത് ഈ ഡിസ്ട്രിബ്യൂഷൻ ഒരുപാട് എന്താ പറയുക കോട്ടങ്ങളില്ലാതെ ഈ പെർസെൻറ്റൈൽസ് തമ്മിലുള്ള ഗ്യാപ്പുകളൊക്കെ, കാരണം ഒരു പോപ്പുലേഷൻ എടുത്തു കഴിഞ്ഞാൽ വലിയ ഇതുകൾ സംഭവിക്കില്ല. കാരണം കുട്ടികളുടെ ഒരു കോമ്പിറ്റൻസി ലെവൽ എല്ലാ വർഷവും ഒരുപാട് അങ്ങനെ ചേഞ്ച് ചെയ്യാൻ വഴിയില്ല. അപ്പോൾ നമ്മളൊരു അപ്രോക്സിമേഷന് വേണ്ടി ഇത് ചെയ്യുന്നു. ഇതിലൊക്കെ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ഉണ്ടാവാട്ടെ, പക്ഷേ അത് പറഞ്ഞ പോലെ അപ്രോക്സിമേഷൻ എക്സസൈസിൽ ഡസൻറ്റ് മാറ്റർ, റൈറ്റ്? അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു അസംഷൻ നമ്മൾ വെക്കുകയാണ്. ഒരു പക്ഷേ ഇത്തവണത്തെ പരീക്ഷയിൽ കീം സ്കോർ അവർ പബ്ലിഷ് ചെയ്യും, ഇതായിരിക്കാം പെർസെൻറ്റൈൽ പല പെർസെൻറ്റൈൽ ബക്കറ്റുകളുടെ മാർക്ക് റേഞ്ച് എന്നുള്ളത്. അത് നമ്മൾ ഇത് ഡിറൈവ് ചെയ്തിരിക്കുന്നത് ഇതിൽ നിന്നാണ്. അത്രമാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഇതിൽ നിന്നാണ് ഇത് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഫൈനൽ സ്റ്റെപ്പിലേക്ക് പോകണം, അതായത് സ്റ്റെപ്പ് നമ്പർ 3. വേറെ ഒന്നുമില്ല, ഞാൻ നേരത്തെ പറഞ്ഞ ആ
എക്സ് വൈ നിങ്ങൾക്ക് മുമ്പത്തെ സ്ലൈഡുകളിലേക്ക് നോക്കാം. എക്സ് വൈ എന്ന് പറഞ്ഞ മാർക്ക് ഉണ്ടല്ലോ, അതെന്താണോ നിങ്ങൾക്ക് കിട്ടിയത് അത് നിങ്ങൾ ഇവിടെ നോക്കാം, എവിടെയാണ് നിങ്ങൾ വരണത്. ഉദാഹരണത്തിന് കുട്ടിക്ക് 450 മാർക്ക് കിട്ടിയെന്ന് വരിക. അപ്പോൾ ഏകദേശം ഈ 450 കറസ്പോണ്ടിങ് ആയിട്ട് ഈ ടേബിളിൽ റാങ്കിൻ്റെ റേഞ്ചാണ് ഒരു 3300-3400 റേഞ്ചിലായിരിക്കും ആ കുട്ടിക്ക്. അപ്പോൾ ഉദാഹരണത്തിന് 465 മുതൽ 450 മാർക്ക് ഉള്ള ഒരു റേഞ്ച് 2250 മുതൽ 3300 വരെയുള്ള റാങ്ക് റേഞ്ചിൽ പെടുന്ന അർത്ഥം. ഞാൻ വളരെ ചില ചാനലിൽ ഞാൻ കണ്ടു ഒരു 5000 റാങ്കിൻ്റെ റേഞ്ച്. അപ്പോൾ 5000 റാങ്കിൻ്റെ റേഞ്ച് കാണിച്ചിട്ട് നമുക്ക് ഭയങ്കര, അപ്പോൾ 10,000 ആക്കുക 20,000, അപ്പോൾ അതിലൊന്നും വലിയ കഥയില്ല. അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ ഈ പറഞ്ഞ പോലെ ഇതിൽ വലിയ റിസ്ക് ഉണ്ട്. ഇങ്ങനെ ഒരു ടേബിൾ പബ്ലിഷ് ചെയ്യുമ്പോൾ റിസ്ക് ഉണ്ട്. കാരണം ഇതിനകത്ത് തെറ്റ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം റേഞ്ച് അത്രയും ടൈറ്റനാക്കി വെച്ചിരിക്കണം. ബട്ട് സ്റ്റിൽ ഫോർ ദ സേക്ക് ഓഫ് ഡൂയിങ് സം സോർട്ട് ഓഫ് എൻ അപ്രോക്സിമേഷൻ വി ആർ ട്രൈങ് ടു ഡു ദിസ് വേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു അപ്രോക്സിമേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. കുട്ടികൾക്കിത് വേണമെങ്കിൽ ഒരു സൂചിക പോലെ എടുക്കാം. അവരുടെ മാർക്കുകളൊക്കെ നോക്കി ഏകദേശം അവർക്ക് റേഞ്ച് നമുക്ക് പിടികിട്ടാനായിട്ട് ഒരു പക്ഷേ ഹെൽപ്ഫുള്ളായിരിക്കാം. ഞാൻ വീണ്ടും പറയുന്നു, ഇത് ബൈബിൾ പോലെ എടുക്കേണ്ട. ഈ മാർക്ക് കണ്ട് നിങ്ങൾ ഓക്കെ എല്ലാം ഫൈനലൈസ് ആയെന്ന് ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത്. ഈ ആഴ്ച വരാൻ പോകുന്ന കീം സ്കോർ നിങ്ങൾക്ക് കിട്ടും. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ബോർഡ് എക്സാമിൻ്റെ സ്കോറൊക്കെ കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് ഇത് വരും. പക്ഷേ ഒരു ജസ്റ്റ് ഒരു ഇതിന് വേണ്ടി ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടി ചെയ്യാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം നമുക്ക് ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാം. ഞാൻ വീണ്ടും പറയുന്ന ഒരുപാട് വാല്യൂ ആഡഡ് ഇൻഫർമേഷൻ ഒന്നുമില്ല. പക്ഷേ നിങ്ങൾക്ക് ഏകദേശം എത്ര കുട്ടികൾ എഴുതി, ഏകദേശം എത്ര പെർസെൻറ്റൈൽ സ്കോറിൽ എത്ര മാർക്ക് റേഞ്ചാണ് കഴിഞ്ഞ വർഷമൊക്കെ വന്നിട്ടുള്ളത്. ഒരു പക്ഷേ ഈ വർഷത്തെ എക്സാം ഈസി ആയതുകൊണ്ട് കട്ട് ഓഫ് ഏത് രീതിയിലൊക്കെ മാറാം എന്ന് നമ്മൾ പറഞ്ഞു പോയി എന്ന് മാത്രം. ഇനി നമ്മുടെ ഈ സ്പേസിൽ അല്ലെങ്കിൽ ഈ ചാനലിൽ നമ്മൾ ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഓരോ കീമിൻ്റെ നോട്ടിഫിക്കേഷനും ഓരോ കുട്ടികൾക്ക് അപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാനോ കോളേജിൽ അഡ്മിഷൻ എടുക്കാനോ ഒരു കൗൺസിലിംഗ് പോലത്തെ ഒരു ചാനലല്ല അത്. പക്ഷേ ദ മൊമെൻറ്റ് ഏതെങ്കിലും തരത്തിലുള്ളൊരു ഡാറ്റ നമുക്ക് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ലാസ്റ്റ് റാങ്ക് അനാലിസിസ് അല്ലെങ്കിൽ ചാൻസസ് ഓഫ് സംബഡി ടു ഗെറ്റിംഗ് ഇൻ ടു, ഫോർ എക്സാമ്പിൾ ഞാൻ വേറൊരു കാര്യം പറയാം. കഴിഞ്ഞ വർഷത്തെ റാങ്കിൻ്റെ ഒരു ലാസ്റ്റ് റാങ്കിൻ്റെ പ്രഡിക്ഷൻ നോക്കി, ലാസ്റ്റ് റാങ്കിൻ്റെ ആക്ച്വൽസ് നോക്കിയിട്ട് ഈ വർഷം ബേസ്ഡ് ഓൺ ദ കോമ്പറ്റീഷൻ, ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് അപ്പിയിട്ട് നമുക്ക് ഓൾമോസ്റ്റ് ഒരു ട്രെൻഡൊക്കെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അതുപോലെയുള്ള വീഡിയോസ് ആയിരിക്കും ഈ ചാനലിൽ വരാൻ പോകുന്നത്. അല്ലാതെ ഒരു നോട്ടിഫിക്കേഷൻ കീമിൻ്റെ വരുമ്പോഴേക്കും ഞാനത് വെളുപ്പിന് 5 മണിക്ക് എണീറ്റ് വന്നു കീമിൻ്റെ വന്ന് എല്ലാവരും കീം സൈറ്റിൽ പോകണം, അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം അല്ല ഇത് എന്ന് നിങ്ങളോട് ഞാൻ പറയുന്നത്. കാരണം ചില ആൾക്കാർ കഴിഞ്ഞ വർഷം ചെയ്തപ്പോൾ ചില വീഡിയോസൊക്കെ നല്ല ആൾക്കാർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടപ്പോൾ എന്നോട് അവർ പറഞ്ഞു, സാറ് നമുക്ക് എല്ലാ ദിവസവും ഇങ്ങനെ എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ ഞങ്ങളോട് പറയണം. അപ്പോൾ അത് എനിക്കത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. വളരെ റെലവൻറ്റും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഡാറ്റാ ബേസ്ഡ് അനാലിസിസൊക്കെയാണ് നമുക്ക് കൂടുതൽ എന്തെങ്കിലും വാല്യൂ ആയിട്ട്. കാരണം മറ്റുള്ള ഇൻഫർമേഷന് വേണ്ടി നിങ്ങൾക്ക് നല്ല രീതിയിൽ ചാനലുകൾ ഓൾറെഡി ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതിനെ റിലൈ ചെയ്യാണ്ട് ഒരുപാട് ചാനലിൽ എല്ലായിടത്തും പോയി എത്തിച്ച് നോക്കിയാൽ നിങ്ങളുടെ സമയവും വിലപ്പെട്ട സമയവും അത് അതിൻ്റെ കറക്റ്റ് യൂസേജ് അല്ല. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഡാറ്റാ ബേസ്ഡ് അപ്രോച്ചും അങ്ങനത്തെ എലമെൻറ്റ്സൊക്കെ അറ്റ്ലീസ്റ്റ് കീം അല്ലെങ്കിൽ JEE മെയിൻസ് പോലെയുള്ള വീഡിയോസിൽ നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ ചർച്ച ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.